നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി, ശബരിമല സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടം, ഇതുപോലുള്ള വിഷയങ്ങൾ കുറച്ചധികം ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങൾ നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു വരികയാണ്. പക്ഷേ ഇതിനിടയിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടത് ആരും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആൾക്കൂട്ട മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ആരും അധികം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വാളയാറിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതായത് രാംനാരായൺ എന്ന് പറയുന്ന ഒരു ഛത്തീസ്ഗഡ് സ്വദേശിയെ ഒരുപാട് ആളുകൾ ചേർന്ന് ഉപദ്രവിക്കുകയാണ്. നമുക്കറിയാം, കേരള മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമുണ്ട്. മധു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശപ്പ് അകറ്റാൻ വേണ്ടി ഒരു പിടി അരി വാരിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് അരി എടുത്തതിന്റെ പേരിലാണ് ആ മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടത്. കള്ളൻ എന്നാ പറഞ്ഞ് ആരോപിച്ചുകൊണ്ട് എന്തിനാണ് എന്ന് പോലും ചോദിക്കാതെ, അല്ലെങ്കിൽ ആ അരി തിരികെ ഇടുക എന്ന് പോലും പറയുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യനെ ചവിട്ടിക്കൊന്ന് ആ മരണം കണ്ട് ആസ്വദിച്ച ഒരുപാട് മനുഷ്യർക്കിടയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതേ രീതിയിൽ ഒരു മരണം കൂടെ സംഭവിക്കുന്നു. പക്ഷെ ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇയാളെ കള്ളനായിട്ടോ അങ്ങനെ ഒരു സന്ദർഭത്തിലല്ല ഉപദ്രവിക്കുന്നത്. ഇയാളെ കണ്ടപ്പോൾ ഇയാളുടെ വസ്ത്രധാരണം അത്ര അടിപൊളിയായിരുന്നില്ല, ഒരു ഭിക്ഷക്കാരനെ പോലെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു ബംഗ്ലാദേശ് സ്വദേശിയെ പോലെ തോന്നി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗ്ലാദേശിയാണോടാ നീ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ചേർന്ന് ഇവനെ ഉപദ്രവിക്കുന്നത്, കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ അടിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആഘാതമൊന്നുമല്ല മരണകാരണം. നമ്മളിപ്പോൾ ഒരാളെ നിലത്തൊക്കെ ഇട്ട് ഉരുട്ടുന്ന സമയത്ത് ശരീരത്തിൽ ചെറിയ ചെറിയ പോറലുകൾ ഉണ്ടാവുമല്ലോ, അത്തരം അടി കൊണ്ടുണ്ടായിട്ടുള്ള പോറലുകളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള രക്തം വാർന്നിട്ടാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ സഹോദരിയെ കാണാൻ വേണ്ടിയാണ് പാലക്കാട് എത്തുന്നത്. പാലക്കാടാണ് ഇദ്ദേഹത്തിന്റെ സഹോദരിമാരുൾപ്പെടെ കുറെ കാലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കേരളത്തിൽ വന്നാൽ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത്തരത്തിലൊരാളാണ്, അല്ലെങ്കിൽ പല വ്ളോഗേഴ്സും പറയുന്നത് കാണാം, ഒരുപാട് ബംഗ്ലാദേശ് മറ്റ് പല സ്ഥലത്തു നിന്നും, പണ്ടൊക്കെ മലയാളികൾ ഗൾഫിലൊക്കെ പോയി രക്ഷപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് മലയാളികളെ പല സ്ഥലത്തും കാണാനില്ല. നമ്മൾ പോലും പറയും, തട്ടുകടയിൽ പോലും ഒരു മലയാളി ഇല്ല എന്ന് തമാശ രൂപേണ പറയും. പക്ഷെ അതെന്താണ്, അവർക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്, കേരളം ഒരു ജീവിതം കൊടുക്കുമെന്നുള്ള ആ പ്രതീക്ഷയിൽ വന്ന ഒരു മനുഷ്യനെയാണ് എന്തിനാണ് എന്ന് പോലും അറിയാതെ ഇത്തരത്തിൽ തല്ലിക്കൊന്നിരിക്കുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഒരു വാക്ക്, അതായത് നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുമ്പോൾ ബംഗ്ലാദേശിൽ മറുവശത്ത് വലിയൊരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുക. തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള വലിയൊരു ഹിന്ദു വിരോധം എന്ന് തന്നെ പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്നത്, ഒരുപാട് മുസ്ലിങ്ങൾ രംഗത്തേക്ക് വന്നിട്ട് എനിക്കൊരു മണിക്കൂർ തരുമോ, അല്ലെങ്കിൽ എനിക്കൊരു അരമണിക്കൂർ തരുമോ, ഞാൻ ഇവിടെയുള്ള ഹിന്ദുക്കളെല്ലാം കൊന്നിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. മറുവശത്ത് ഷെയ്ഖ് ഹസീന ഒരുപാട് വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് സംരക്ഷണത്തിൽ കഴിയുന്ന ഒരാളാണ്. ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന ഒരാളാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് ഹസീന കുറ്റവാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ബംഗ്ലാദേശ് സർക്കാർ. അപ്പോൾ ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണം എന്നുള്ളത്. പക്ഷെ പ്രധാനമന്ത്രിയുടെ, മോദിയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ടാണ് നമ്മൾ പലപ്പോഴും ഷെയ്ഖ് ഹസീനയെ കാണുന്നത്. വിട്ടുകൊടുക്കില്ല എന്ന്, കൊടുക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ആ ഒരു ദേഷ്യമൊക്കെ ഇന്ത്യക്കാരോടുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരോട് ആ ദേഷ്യം തീർക്കുക എന്നതിന് അവർ കണ്ടുപിടിക്കുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കളെ ആക്രമിക്കുക എന്നുള്ളതാണ്. അവിടെയുള്ള ഹിന്ദുക്കളൊക്കെ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാതെ തെരുവിലൂടെയൊക്കെ ഓടുന്ന രംഗങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു 7 വയസ്സുള്ള കൊച്ച് അതിന്റെ കുടുംബത്തോടെ കിടന്നുറങ്ങുന്ന സമയത്താണ് ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടാകുന്നതും ആ വീടിന് തീയിട്ടതിന്റെ ഭാഗമായിട്ട് വെന്ത് ചാരമായി മാറിയതും. 7 വയസ്സുള്ള കൊച്ചിന് എന്തറിയാം ഈ രാഷ്ട്രീയമോ മതമോ എന്തുമായിക്കോട്ടെ. ഈ കുട്ടികൾക്ക് ഇതിലൊന്നും ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഇങ്ങനെയാണ് സാഹചര്യം പോകുന്നത്. വാളയാറിൽ നിന്ന് തുടങ്ങുന്ന സംഭവം ചെന്നെത്തുന്നത് ബംഗ്ലാദേശിലാണ്. എന്ത് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ, ഈ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ? മേഘ പറഞ്ഞതുപോലെ നമ്മൾ ആദിവാസി യുവാവായ മധുവിനെ അന്ന് ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് ചെയ്തത്. ഒരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു മോഷണ കേസ് പ്രതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എത്തി, അല്ലെങ്കിൽ മോഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടാൽ ഒരാൾ പറയുന്നു, മറ്റേ ആൾ പറയുന്നു, പിന്നെ അത് നാട്ടുകാർ മുഴുവനും ഏറ്റെടുക്കുന്നു. അവർക്കൊരു ഹരമാണ് ഇങ്ങനെയൊക്കെ ഉള്ളവർ ചോദ്യം ചെയ്ത് കിട്ടുന്ന തരിപ്പെല്ലാം അവിടെ ആ ദേഹത്ത് കാണിക്കുക
എന്നുള്ളത്. അത് തന്നെയാണ് ആദിവാസി യുവാവായ എന്ന പാവപ്പെട്ട ആ മധുവിനെ അന്ന് ഒരു പറ്റം ആൾക്കാർ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പട്ടിണിയാണ്, ഓരോരുത്തരുടെയും വീട്ടിലെ സാഹചര്യം നമുക്കറിയില്ല, മോഷണത്തിലേക്ക് വരാനുള്ള ഇതെന്ന് നമുക്കറിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരെയും ഈ പറയുന്നോണം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്തരത്തിൽ അങ്ങനെ ആരെങ്കിലും കണ്ട് നിങ്ങൾക്ക് സംശയാസ്പദമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ നിയമത്തിന്റെ പരിരക്ഷ തേടുക, അല്ലെങ്കിൽ പോലീസുകാരെ അറിയിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ആരാണ് ഇത്തരത്തിൽ ഒരാളോട് ഇത് കാണിക്കാനുള്ള? അവർക്ക് ശിക്ഷ കൊടുക്കാൻ ജനങ്ങൾക്ക് അധികാരമില്ല. അതിനാണല്ലോ നിയമവും പോലീസും കോടതിയും ഉള്ളത്. അത് ചെയ്യാതെ നമ്മുടെ ഈ പ്രബുദ്ധ കേരളം, അറിവുള്ള കേരളം, അല്ലെങ്കിൽ മലയാളികൾ സാക്ഷരത ഉള്ളവരാണ് എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല. ഇപ്പൊ വീണ്ടും ഒരു അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ട വിചാരണ നടത്തി ഒരു പാവപ്പെട്ട ഒരു ഛത്തീസ്ഗഡുകാരനായ രാംനാരായൺ ആ വ്യക്തിയെ ക്രൂരമായി ഇപ്പം മേഘ പറഞ്ഞത് കേൾക്കുമ്പോൾ അതിക്രൂരമായിട്ടാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്ന് മധുവിന്റെ കാര്യത്തിൽ തന്നെ സാംസ്കാരിക നായികമാരും ഒക്കെ അന്ന് ഒരുപാട് നമ്മൾ മധുവിനെ മിക്കവാറും ആ ഓർമ്മ ദിവസമൊക്കെ എല്ലാവരും ഓർക്കാറുണ്ട്. ഈ പറയുന്നത് പോലെ വലിയൊരു ആവർത്തിക്കരുതെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. പക്ഷെ ഇവിടെ സംഭവിച്ചത്, ഇവിടെ ഈ പിടിയിലായിരിക്കുന്നവരെല്ലാം മറ്റു പല കേസുകളിലും പ്രതികളായിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ ഒരുപറ്റും രാഷ്ട്രീയപരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നു. BJP-യിലെ പല വ്യക്തികളാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം പക്ഷേ സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഇതിനകത്ത്, ഈ തൊഴിലുറപ്പ് സ്ത്രീകൾ ഉൾപ്പെടെ ഇതിനകത്ത് പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത്തരത്തിൽ മധുവിനെ അന്ന് കൊലപ്പെടുത്തിയപ്പോൾ തന്നെ അന്ന് നമ്മുടെ കേരളം ഒന്നടങ്കം പറഞ്ഞു ഇനി ഇത്തരത്തിൽ ഉണ്ടാവരുത് എന്നുള്ളത്. ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കും. നമുക്കറിയാം ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള തൊഴിലുറപ്പ് സ്ത്രീകൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ദൃശ്യങ്ങളിലൊക്കെ അവരൊക്കെ ആദ്യം കമ്പൗണ്ടൊക്കെ അടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ. ഇത് രാംനാരായൺ എന്ന് പറയുന്ന വ്യക്തി മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ ഈ പറയുന്ന മോഷണത്തിന് വേണ്ടി വന്ന അദ്ദേഹം ഈ സഹോദരിമാരെ എന്തോ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഒരാളുടെ വസ്ത്രവും ഒരാളുടെ ശാരീരിക ഇതുമൊക്കെ നോക്കിയിട്ടാണോ ഇത് കള്ളനാണെന്നും ഭിക്ഷക്കാരാണെന്നും ഇതൊക്കെ ആൾക്കാർ തിരിച്ചറിയുന്നു? ഒരാളുടെ വേഷം കൊണ്ട് ഒരാളെ അളക്കരുതെന്ന് നമ്മൾ പറയത്തില്ല. അത്തരത്തിൽ വേഷം കൊണ്ട് അളന്നിരിക്കാന്ന് ഒരു പറ്റം നാട്ടുകാർ, ജനങ്ങൾ എന്തോ അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. ഏതായാലും കുറേയധികം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയും ആൾക്കാരെ പലരും ഒളിവിലാണ്. അവരെയൊക്കെ പോലീസ് തിരയുന്നുണ്ട്. അപ്പം സ്ത്രീകളടക്കം ഇതിനകത്തുണ്ട് എന്നുള്ളത് അറിയുന്നു. ക്രൂരമായി, ഏകദേശം എനിക്കൊന്ന് 3-4 മണിക്കൂർ അതിക്രൂരമായിട്ട് ഈ പറയുന്നോണം നല്ല രീതിയിൽ ചോരയൊക്കെ വാർന്നു വെച്ചാൽ നമുക്കത് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമാണ്. എന്തുമാത്രമാണ് ഇതൊക്കെ ഞാൻ നമ്മൾ UP-യെയും ഇത്തരത്തിലുള്ള ബംഗാളിനെയൊക്കെ നമ്മൾ എപ്പോഴും പറയാം. അവിടെയൊക്കെ ഹിന്ദു മുസ്ലിം വർഗീയത ഇപ്പോഴും നടത്തുന്നുണ്ട്. ബംഗ്ലാദേശിൽ മേഘ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മുസ്ലിംസിന്റെ ഒരു വല്ലാത്ത ഘോരമായിട്ടുള്ള ഒരു കലാപം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന. അപ്പൊ അവിടുത്തെ ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ പറഞ്ഞു വരുന്ന ആ ഒരു ചോദ്യമാണ്, നീ ഒരു ബംഗ്ലാദേശി ആണോടാ എന്നുള്ള ചോദ്യം. അത് എങ്ങനെയാണ് ഒരു മലയാളിക്ക് ഒരു ബംഗ്ലാദേശിക്കാരനോട് ഇത്ര വൈരാഗ്യം വരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ തന്തോ. അതായത് പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇപ്പോൾ ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഇന്നും ഇന്ത്യയുടെ തണലിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നത് എന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ ദേഷ്യം ഉണ്ടാകാനുള്ള കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബംഗ്ലാദേശ് അവിടെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള ശ്രമത്തിനേക്കാൾ അപ്പുറം ഷെയ്ഖ് ഹസീന അല്ല. ഷെയ്ഖ് ഹസീന ഇവിടെ ഇന്ത്യയുടെ തണലിൽ കഴിഞ്ഞാലും ഇല്ലേലും, ഇനി ഷെയ്ഖ് ഹസീന ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. കാരണം അവിടെ ചില കാര്യങ്ങൾ ഇന്ത്യക്കെതിരെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആസിം മുനീർ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ത്യക്കെതിരെ അവർ ഇപ്പൊ നമ്മൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ NIA-യുടെ ആസ്ഥാനത്തിന്റെ അടുത്ത് ഒരു ഈ പറയുന്ന ചില കാര്യങ്ങൾ ദൂരദർശിനി, അതായത് ഈ ഗണ്ണിനകത്ത് ഘടിപ്പിച്ച് നോക്കത്തക്ക രീതിയിലുള്ള ദൂരദർശിനി കണ്ടെത്തി എന്നുള്ള രീതിയിലൊക്കെയുള്ള റിപ്പോർട്ട് വരുന്നു. അപ്പൊ ചെങ്കോട്ട സ്ഫോടനമൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അത് ചൈനീയ നിർമ്മിതമായിട്ടുള്ള സംഗതി എന്തുവാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യക്കകത്ത് തീവ്രവാദികളുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ചുറ്റും പാകിസ്ഥാനിലെ പല കാര്യങ്ങളുണ്ട്. അത് ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് നടക്കുന്നുണ്ട്. അത് ഷെയ്ഖ് ഹസീനയെ വെച്ചുകൊണ്ട് മാത്രമല്ല, ഷെയ്ഖ് ഹസീനയുടെ കാര്യം ഇല്ലെങ്കിൽ തന്നെ അവിടെ അത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാകും. കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ 7 സംസ്ഥാനങ്ങൾ നോട്ടമിടുന്ന ബംഗ്ലാദേശ് അന്നും ഇങ്ങോട്ട് വരത്തില്ല. അതൊക്കെ വേറെ കാര്യം. ഇതൊക്കെ പാകിസ്ഥാനും ബംഗ്ലാദേശും പുറമേ നിർത്തി നടക്കത്തേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഇത് വെച്ച് ഇപ്പൊ ഷെയ്ഖ് ഹസീനയെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയെ വേറെ തരത്തിൽ ആക്രമിക്കുക എന്നുള്ള തരത്തിലൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഇങ്ങോട്ട് അതിക്രമിച്ച് കിടക്കില്ല. കിടക്കുമ്പോൾ തന്നെ ചിന്നിച്ചിതറും, അത്ര മാത്രമേ
ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ ബംഗ്ലാദേശിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ഭരണകൂടത്തിനെയൊക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട്. ഈ പറയുന്ന UP-യിലെ എപ്പോഴും യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്തെ പറ്റി എപ്പോഴും നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ, പ്രത്യേകിച്ച് CPM രാഷ്ട്രീയക്കാരൊക്കെ എപ്പോഴും കുറ്റം പറയുന്നവരാണ്. ഉത്തർപ്രദേശിനും ഗുജറാത്തിനെയും ഒക്കെ കുറ്റം പറയുന്ന, അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങള് മതത്തിന്റെ പേരില്, ജാതിയുടെ പേരിലൊക്കെ നടത്താറുണ്ട്. ഈ പറയുന്ന പല രീതിയിൽ കൊലപാതകങ്ങൾ നടത്താറുണ്ട്, ബലാത്സംഗങ്ങൾ നടത്താറുണ്ട്, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റും. മണിപ്പൂറൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. പക്ഷെ അവിടെയൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തില് ഇത്തരത്തിലുള്ള ഇതുണ്ടായത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു മധു ഉണ്ടായി, ഇനി മറ്റൊരു രാംചരൺ എന്ന് പറയുന്ന മറ്റൊരു മധുവിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള, വളരെ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ നമ്മുടെ ഇടയിൽ പൈശാചികമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഒരു ചെറിയ തിരിമതി, ഏതൊരു വർഗീയ കലാപവും സൃഷ്ടിക്കപ്പെടാൻ എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന മലയാളികളുടെ മനസ്സാണ്. നല്ല മലയാളികൾ എവിടെ ചെന്നാലും ആൾക്കാർക്ക് സ്വീകാര്യമാണ്. കാരണം നമുക്ക് കുറച്ച് വിവേകവും വിവരവും ബുദ്ധിയൊക്കെ ഉള്ള തിരിച്ചറിവുണ്ടെന്നുള്ള ഒരു കാരണത്താലാണ്. ഇത് ഏത് രാജ്യത്ത് ചെന്നാലും നമുക്കൊരു സ്വീകാര്യത വരാനുള്ള കാരണം അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഇടയിലും വർഗവും രാഷ്ട്രീയവും മതവും ജാതിയൊക്കെ വരുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ജാതിയും മതവും മനുഷ്യനെ വേർതിരിച്ചറിവും ഉള്ളത് നമ്മുടെ മലയാളികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ രാംചരൺ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതിനി വളർന്നു പോയാലോ ഒരു പക്ഷേ അടുത്തൊരു UP പോലെ പരിഹസിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയെന്നിരിക്കും. അതിന് ഇടവെച്ചുകൂടാ. കാരണം അത് മുളയിലെ നുള്ളിക്കളയണം. കാരണം മനുഷ്യൻ ഒന്നാണ്, മനുഷ്യന്റെ രക്തം ഒരുപോലാണ്. എനിക്ക് വേദനിക്കുമ്പോൾ അവനും വേദനിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. ഒന്ന് അടിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണോ വേദനിക്കുന്നത് അതുപോലെ ഒരു പച്ച മനുഷ്യനാണ് മരിച്ചു പോയത് എന്നുള്ളൊരു ചിന്തയാണ്. ഇവിടെ മനുഷ്യൻ എന്താണ് ഇവിടെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് എന്നുള്ള ചിന്തയാണ്. ഇത്രത്തോളം ആൾക്കാർ അവർക്കൊക്കെ ഒരു തമാശയാണ്. ഒരു കള്ളനെ കിട്ടിയല്ലോ, എന്നാ പിന്നെ ഇട്ട് അടിക്കുക, എല്ലാവരും അടിക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ ഞാനും കൂടെ പറഞ്ഞു. കിട്ടിയ ഒരു തക്കത്തിന് ഒരാളെ അടിക്കുക, ഒരു മൃഗത്തെ പോലും അങ്ങനെ ഉപദ്രവിക്കുക മനുഷ്യന് തോന്നാത്തടത്താണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പോലും മനുഷ്യനെ രക്ഷിക്കാൻ ഇല്ലാണ്ടായി പോയി ആ നാട്ടിൽ എന്നുള്ളതാ. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത് സാധാരണമായിട്ട് ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണമോ അല്ല, ഇതിനൊരു ബോധവൽക്കരണം മാത്രമല്ല മേഘ. ഇത് തീർച്ചയായിട്ടും സർക്കാർ ഇതൊന്ന് ചകഞ്ഞ് ഇതിന്റെ ഒരു സ്റ്റഡി ഇത് നടത്തണം. ഇതിന് കൃത്യമായിട്ടുള്ള ആൾക്കാർക്ക് തക്ക ശിക്ഷ നൽകണം. ഇവരുടെയൊക്കെ മാനസിക ചിന്തകളൊന്ന് പരിശോധിക്കണം. കാരണം എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുക എന്നുള്ളത്. കാരണം മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യത്തിൽ മനുഷ്യൻ ഒരാളെ ഉപദ്രവിക്കുക, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു കള്ളനായിക്കോട്ടെ, ഇനി ഒരു കൊലപാതക ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഉപദ്രവിക്കാനുള്ള ലൈസൻസ് ഇല്ല, നിങ്ങൾക്ക് ഉപദ്രവിക്കാനുള്ള നിലവിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് യൂനസിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള വിലയിരുത്തൽ വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തമാശ രീതിയിലെങ്കിലും ബംഗ്ലാദേശിയാണോടാ എന്നൊക്കെ ചോദിച്ചൊരു അതിക്രമം ഉണ്ടാകുന്നത്. ഇതൊരു പക്ഷേ നാളെ ഇപ്പോൾ കൃത്യമായിട്ട് ഇടപെട്ടില്ല എങ്കിൽ നാളെ ഒരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് വരെ കാരണമായി മാറാം. പ്രത്യേകിച്ച് മതത്തിന്റെ പേരിലുള്ള ഒരു യുദ്ധം തന്നെയുള്ള സാഹചര്യം, യുദ്ധത്തിന് വരെയുള്ള സാഹചര്യമാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു മൂലയിലാണ് ഇത് സംഭവിച്ചിട്ടെങ്കിലും ഗൗരവമായിട്ട് തന്നെ എടുക്കുക. പിന്നെ ഇത് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള വിഷയമൊന്നല്ല. മനുഷ്യ മനസാക്ഷി എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരം എന്തായാലും നീതിന്യായ വ്യവസ്ഥ അത് മുൻപാകെ വരും. പക്ഷേ നമ്മളിവിടെ നോക്കേണ്ടുന്ന കാര്യം ഒരു രാജ്യത്തിന്റെ സംരക്ഷണം കൂടെ ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്.